ഹായ് ഗായ്സ്, FCK ഫ്രീ സ്റ്റൈലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ DIY ഫുട്ബോൾ എന്ന പുതിയൊരു പ്രോഗ്രാം നമ്മളെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മളെ നാട്ടിലുള്ള ഫുട്ബോളേഴ്സിന്, അതായത് വളർന്നു വരുന്ന ഫുട്ബോളേഴ്സിന് ഈ കോണ് വാങ്ങിക്കുക, അതുപോലെ ഫുട്ബോളിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അതായത് ലാഡർ ഇല്ലേ, മറ്റേ എക്സസൈസ് ചെയ്യുന്ന ലാഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ചിലപ്പോൾ പൈസ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫുട്ബോളേഴ്സിന്, അതുപോലെ നമ്മളെ ഫുട്ബോളേഴ്സിന് തന്നെ ഉള്ളവരായിക്കാനും അവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പങ്ക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കോണ്, ഈ ലാഡർ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാം. നാട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വലിയ ചിലവൊന്നുമില്ലാതെ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള ചിരട്ട യൂസ് ചെയ്തിട്ട് നമ്മളെ മാർക്കിങ്ങിന് ഉപയോഗപ്രദമായൊരു കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 0 കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ഈ 4 എണ്ണമാണ്. ഒന്ന് ചിരട്ട, നമ്മളെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കത്തി വേണം. പിന്നെ കുറച്ച് പെയിൻറ്റ്, വൈറ്റ് പെയിൻ്റാണ്. വൈറ്റാണ് ഏറ്റവും നല്ലത്. വേറെ അത് കളറായാലും കുഴപ്പമില്ല, പക്ഷെ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി അട്രാക്ട് ചെയ്ത് നിൽക്കും. കുറച്ച് പെയിൻറ്റ്, ഇത് വീട്ടിൽ പെയിൻ്റ് അടി നടന്നതിൻ്റെ ബാക്കിയാണ്, കുറച്ചെടുക്കും. അതുപോലെ ഒരു ബ്രഷും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള 4 ടൂൾസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ചിരട്ട എടുത്തിട്ട് ചിരട്ടൻ്റെ മുകളിലുള്ള ഈ ആരൊക്കെ കണ്ടോ അതൊക്കെ കത്തി ഉപയോഗിച്ച് ക്ലീൻ ആക്കുക. ഇതുപോലെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതുപോലെ വീട്ടിൻ്റെ മുൻഭാഗത്തിരുന്നൊന്നും ഇത് ചെയ്യരുത്. വീട്ടുകാരുടെ കലമ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ യൂസ് ചെയ്ത് കുറച്ചുകൂടി ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതായി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആവണം, കാരണം അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇടങ്ങാറാവും. അതുമാത്രമല്ല, ഒരു വൃത്തിക്കും കൂടി വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ പരിപാടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്, ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തുള്ളൂ, ബാക്കി നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തുള്ള ആരൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയൊന്നും ചെയ്ത് നമ്മൾ ഇന്ന് 4 ചിരട്ട എടുത്തത്. 4 ചിരട്ടയും ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത്, ഇനി നൈസായിട്ട് നമ്മൾ എടുത്ത് വെച്ച പെയിൻറ്റില്ലേ, അത് നൈസായിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിൻ്റ് അടി പരിപാടി തുടങ്ങാം. അപ്പോൾ മെല്ലെ പതുക്കെ ഓരോ ചിരട്ടയായി എടുത്ത് ഇങ്ങനെ നൈസായി പെയിൻ്റ് അടിക്കുക. വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക. നല്ല വൈറ്റ് കളറ് തന്നെയാണ് ഈ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് നല്ലത്, കാരണം നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കും. മറ്റ് കളറാകുമ്പോൾ മണ്ണിലൊക്കെ വെക്കുമ്പോൾ
കൂടുതൽ എടുത്ത് കാണിക്കില്ല. വൈറ്റ് ആകുമ്പോൾ ആ ഒരു കളറിൽ അങ്ങ് എടുത്ത് കാണിക്കും. ചിരട്ട കുറച്ച് സൈസ് കുറവല്ല മറ്റേ കോണൊക്കെ അപേക്ഷിച്ച്, അപ്പോൾ വൈറ്റ് തന്നെയായിരിക്കും നല്ലത്. നല്ല വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. എല്ലാവർക്കും ഇത് മാക്സിമം ഫുട്ബോൾ പ്ലേയേഴ്സിലും അതുപോലെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് മാക്സിമം എത്തിക്കുക. പിന്നെ ഇംഗ്ലീഷ് ചാനൽ അറിയാലോ, ഇംഗ്ലീഷ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ ചാനലിൽ എന്തെങ്കിലും സ്പോൺസർഷിപ്പ്, അതുപോലെ വീഡിയോ സ്പോൺസർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഡിയോ സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ നമ്മളെ ടീമിന് ചെറിയൊരു സ്പോൺസർഷിപ്പ്, അങ്ങനെ ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ, ജേഴ്സി അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ചാനലിൻ്റെ അബൌട്ട് ഓപ്ഷനിൽ അതിൻ്റെ ഇതുണ്ട്, എൻ്റെ ഇമെയിലും ഉണ്ട്, അതുപോലെ എൻ്റെ ഫോൺ നമ്പറും ഉണ്ട്. എല്ലാവരും നോക്കി അതുവഴി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക. കാരണം ചാനലിന് ഇനിയും വളരണമെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ഈ പെയിൻ്റ് ഒന്ന് അടിച്ച് തീർക്കട്ടെ. ഇന്നത്തേക്ക് ബൈ.